പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അശ്വതി നക്ഷത്രം. കലഹം വന്നുചേരും, വൈദ്യസഹായം വേണ്ടിവരും, സ്ത്രീകൾ മൂലം മാനഹാനി അനുഭവത്തിൽ വരും, ബന്ധുക്കൾ ശത്രുക്കളാകും, കുടുംബകാര്യങ്ങളിൽ അസ്വാരസ്യം ഉടലെടുക്കും. അടുത്ത ഭരണി നക്ഷത്രമാണ്. തൊഴിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും, സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും, ആത്മവിശ്വാസം വർദ്ധിക്കും, എല്ലാവരുടെയും വിശ്വാസം ആർജിക്കുവാൻ സാധിക്കും, ഈശ്വരാധീനം ഉണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ദുരിതങ്ങൾ ഉണ്ടാകുന്നതാണ്, യാത്രകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും, കുടുംബങ്ങളിൽ അസ്വാരസ്യം ഉടലെടുക്കും, യാത്രയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും, വിഷയാസക്തി മൂലം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കാര്യങ്ങൾ വരുതിയിലാക്കുവാൻ സാധിക്കും, യാത്രയിൽ നിന്നും ഗുണം ഉണ്ടാകും, വ്യവഹാരങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, ആകർഷകമായി സംസാരിക്കുവാൻ സാധിക്കും, നിർബന്ധ ബുദ്ധി പ്രകടമാക്കും. അടുത്ത മകയിരം നക്ഷത്രമാണ്. ചതിയിൽപ്പെടും, ധനനഷ്ടം ഉണ്ടാകും, ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ പ്രയാസപ്പെടും, ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വരും, ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകും, രാത്രിയാത്ര ഒഴിവാക്കുക. അടുത്ത തിരുവാതിര നക്ഷത്രമാണ്. കലകളിൽ താല്പര്യം വർദ്ധിക്കും, സ്ത്രീകൾക്ക് ഗുണം ഉണ്ടാകും, ദമ്പതികളുടെ കാര്യത്തിൽ സുഖവും സമാധാനവും അനുഭവത്തിൽ വരും, സന്തോഷം നിറഞ്ഞ സമയം ആയിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ആഭരണ വസ്ത്രാദി നേട്ടം ഉണ്ടാകും, നിർമ്മാണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും, സ്ത്രീകൾക്ക് സമ്മാനാദി ലാഭം. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഗൃഹലാഭം ഉണ്ടാകും, പേരും പ്രശസ്തിയും വർദ്ധിക്കും, എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും, പണമിടപാടുകളിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും, അന്യദേശവാസം ഗുണം ചെയ്യുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. തടസ്സങ്ങൾ മാറുന്നതായിരിക്കും, ഭാര്യയിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും, തൊഴിലിൽ മേന്മ ഉണ്ടാകും, എതിർക്കുന്നവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും, ഏറ്റെടുത്ത സംഗതികൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു തീർക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം സന്തോഷവും ധനപ്രാപ്തിയും ഉണ്ടാകും, വിദ്യാഗുണം ഉണ്ടാകും, പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം എടുക്കാൻ സാധിക്കും, ആചാര്യമര്യാദകൾ പാലിക്കും, ബുദ്ധിപരമായി കാര്യങ്ങൾ നിർവഹിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സർക്കാർ ജീവനക്കാർക്ക് ഗുണപ്രദമായിരിക്കും, അസ്വാരസ്യങ്ങൾ ശമിക്കും, ശത്രുവിൻ്റെ മേൽ വിജയം നേടുവാൻ സാധിക്കും, ആഡംബര ഭ്രമം ഉണ്ടാകും, ദാമ്പത്യ സുഖം അനുഭവത്തിൽ വരും, സംസാരിച്ച് മറ്റുള്ളവരെ വശത്താക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. വ്യവഹാരങ്ങൾ അനുകൂലമാകും, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും, ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി നേടും, വിഷമതകൾ മാറിക്കിട്ടും, കല്യാണ ആലോചനകൾ സജീവമാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും, പുതിയ തൊഴിൽ അഭ്യസിക്കുവാൻ അവസരം ലഭിക്കും, യാത്ര ചെയ്യുവാൻ യോഗമുണ്ട്, ഉദ്യോഗതലത്തിൽ ശോഭിക്കും, വിദ്യാപരമായി ഉയർച്ചയുണ്ടാകും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. രോഗങ്ങൾക്ക് ശമനം, യാത്രയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും, സുഖാനുഭവങ്ങൾ വന്നു ചേരും, കലാപരമായും സാഹിത്യപരമായും നല്ല സമയം, വാക്ചാതുര്യം പ്രകടിപ്പിക്കും, വാഹനഭാഗ്യം സിദ്ധിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. പൊതുജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും, ഗൃഹാന്തരീക്ഷം ശാന്തമാകും, കൃഷിയിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും, ധനലാഭം ഉണ്ടാകും, ജനപ്രീതിയും അംഗീകാരവും ലഭിക്കും, എല്ലാവരും പ്രീതികരമായ രീതിയിൽ പെരുമാറും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. മുതിർന്നവരുമായി കലഹിക്കുവാൻ സാധ്യത, സന്താനങ്ങളെ കൊണ്ട് ദുഃഖങ്ങൾ, ശത്രുദോഷം ഉണ്ടാകും, ചിട്ടി, ബാങ്ക് എന്നിവ മുഖേന പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, സാമ്പത്തികമായ പ്രശ്നങ്ങൾ രൂക്ഷമാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സംസാരം മൂലം കാര്യങ്ങൾ വഷളാകും, തടസ്സങ്ങൾ നേരിടും, സ്വന്തം നേട്ടം ലാക്കാക്കി പലരും അടുത്തുകൂടി ചതിക്കുവാൻ നോക്കും, സ്ത്രീകളെ വിശ്വസിക്കരുത്. അടുത്തത് കേട്ട നക്ഷത്രമാണ്. സുഹൃത്തുക്കളുമായി കലഹം ഉണ്ടാകും, ചതിവിലും വഞ്ചനയിലും അകപ്പെടും, കുടുംബത്തിൽ കലഹം ഉണ്ടാകും, ഗൃഹത്തിൽ ചില അസ്വസ്ഥതകൾ വന്നു ചേരും, വാക്കുകൾ പ്രയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അടുത്തത് മൂലം നക്ഷത്രമാണ്. യാത്രകൾ കൊണ്ട് ഗുണം ഉണ്ടാകും, ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും, ആഡംബരപ്രിയം വർദ്ധിക്കും, എല്ലാ കാര്യത്തിലും ജാഗ്രത വേണം, ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പൂരാട നക്ഷത്രമാണ്. ഭൂമിലാഭം ഉണ്ടാകും, ശത്രുക്കൾ അകന്നു പോകും, വ്യവഹാരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും, ആരോഗ്യപരമായി നല്ല ദിവസം, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. സമ്മാനങ്ങൾ ലഭിക്കും, സഹോദരിയിൽ നിന്നും സഹായം ലഭിക്കും, പ്രത്യേകമായി വശ്യശക്തി നിഴലിച്ചു നിൽക്കും, സ്ത്രീകൾ മുഖേന സന്തോഷമുണ്ടാകും, ബന്ധുക്കളുടെ രോഗങ്ങൾക്ക് ആശ്വാസം വന്നു ചേരും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്.
കുടുംബത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കും. ആശ്രിതരെ സഹായിക്കും. സാമ്പത്തിക സഹായം അനുവദിച്ചു കിട്ടും. ആനുകൂല്യങ്ങൾ ലഭിക്കും. സ്ത്രീകൾ മുഖേന അംഗീകാരം ലഭിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. ദീർഘദൂരത്തു നിന്നും സഹായങ്ങളുണ്ടാകും. തർക്കങ്ങൾ പരിഹരിക്കും. കാര്യങ്ങൾ ബുദ്ധിപരമായി വിശകലനം ചെയ്ത് മാത്രം തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ദൈവാധീനം വർദ്ധിക്കും. അയൽക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വാഹന സൗഭാഗ്യം വന്നു ചേരും. സന്താന ഭാഗ്യം സിദ്ധിക്കും. യാത്ര കൊണ്ട് ഗുണം ലഭിക്കും. എല്ലാവരുടെയും സഹായത്താൽ കാര്യനിർവഹണം നടത്തുന്നതായിരിക്കും. അടുത്തതായി പുരോഹിത നക്ഷത്രമാണ്. വാക്ക് പാലിക്കുവാൻ സാധിക്കും. ശിക്ഷണ നടപടികൾ ഒഴിവാക്കുവാൻ സാധിക്കും. സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യ പരിപാലനം നടത്തും. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറും. കലാപരമായ കാര്യങ്ങളിൽ അതിയായ താല്പര്യം പ്രകടമാക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. സഞ്ചാരത്തിലൂടെ അറിവ് സമ്പാദിക്കും. സ്വന്തം മേഖലയിൽ തൊഴിൽ ലാഭം. അധികാരികളിൽ നിന്നും പ്രീതി വന്നു ചേരും. കുടുംബസുഖമുണ്ടാകും. തൊഴിലിൽ മേന്മ അനുഭവത്തിൽ വരും. പേരും പെരുമയും ഉണ്ടാകുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ചെലവിനനുസരിച്ച് വരവ് വർദ്ധിക്കും. ആരോപണങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. കർഷകർക്ക് ലാഭം. കുടുംബകാര്യങ്ങളിൽ മുൻപില്ലാത്ത കരുതൽ കാണിക്കും. അനാവശ്യമായി പണം ചിലവാക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.